ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് വെറൈറ്റി ആയിട്ടൊരു ചിക്കൻ റെസിപ്പിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതെനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ്. സംഭവം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പി തന്നെയാണ്. ചിക്കൻ ചങ്കേഴ്സി എന്ന് പറയും. അതിനായിട്ട് ഇത് കുറച്ച് കൂടുതൽ ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 1/2 കിലോ ചിക്കൻ്റെ അളവിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 1/2 കിലോ ചിക്കൻ കഴുകി ക്ലീനാക്കി വെച്ചിട്ട് അതിലേക്ക് ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ഒരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ലെമൺ ജ്യൂസ് ഒരു പകുതി ലെമണിൻ്റെത് എടുത്താൽ മതിയാവും. ഇതിപ്പോൾ കൂടുതൽ ചിക്കനിലേക്ക് ആയതുകൊണ്ടാണ് ഞാനൊരു വലുത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ഹാഫ് ലെമൺ ചെറുത് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് മല്ലിപ്പൊടി, അതൊരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അതിലേക്ക് ക്യൂമിൻ സീഡ് നല്ല ജീരകത്തിൻ്റെ പൊടിയാണ്, അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ 1/2 കിലോ ചിക്കൻ്റെ അളവാണ് കേട്ടോ ഞാൻ പറയുന്നത്. റെഡ് ചില്ലി 1.5 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ 1 ടീസ്പൂൺ നോർമൽ റെഡ് ചില്ലി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് കാശ്മീരി ഒരു 1/2 ടീസ്പൂൺ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഉപ്പും കൂടി ആഡ് ചെയ്ത് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊരു അരമണിക്കൂർ മാറ്റി വെക്കാം. അങ്ങനെ മാറ്റി വെക്കാം. അരമണിക്കൂർ അല്ലെങ്കിൽ ഇനി ഓവർനൈറ്റ് വെക്കണമെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് അതിനുള്ള ഗ്രേവി ഉണ്ടാക്കിയെടുക്കാനാണ്. അതിനായിട്ട് ഒരു 3 തക്കാളി, ഒരു മീഡിയം വലിപ്പമുള്ള 3 തക്കാളി, പിന്നെ ഒരു 2 ഓണിയൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് പച്ചമുളക് ഒരു 3-4 പച്ചമുളക്, പിന്നെ റെഡ് ചില്ലി ഉണക്കമുളക് ഒരു 2 എണ്ണം ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ അടുത്തതായി ചേർത്ത് കൊടുക്കേണ്ടത് ജീരകം. അത് പൊടിയല്ല, ഫ്രഷായിട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ്. അതൊരു സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ബേ ലീഫ് ഒരു 1-2 ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് പെപ്പർ ഇത് അരച്ചെടുക്കാനുള്ളതാണ്, അപ്പോൾ പൗഡർ വേണ്ട, പെപ്പർ ഇട്ട് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ പെപ്പർ, ഏലക്ക ഒരു 2 എണ്ണമൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ക്ലോവ് ഒരു 2-3 ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഓയിലൊന്നും ചേർക്കാണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇതെല്ലാം നല്ലപോലെ അടുപ്പത്ത് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം കൂടെ ചേർന്ന് ഒന്ന് നന്നായി വെന്ത് കിട്ടണം. ഇതിൽ ഓയിൽ ചേർക്കാണ്ടാണ് ഇപ്പോൾ ഇത് ആക്കിയെടുക്കണത്. പിന്നെ ലാസ്റ്റാണ് കുറച്ച് ഓയിലിൻ്റെ പരിപാടികളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറിയാൽ മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. പിന്നെ നമുക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അതിനൊക്കെ യൂസ് ചെയ്യണത്. വെളിച്ചെണ്ണയിൽ ഈ പുറത്തെ കറികളൊക്കെ കൂടുതലും സൺഫ്ലവർ ഓയിലൊക്കെ തന്നെയാണ് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് തിരിച്ചും മറിച്ചിട്ടൊന്ന് മൊരിച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ കൂടുതൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനൊക്കെ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു 1/2 കിലോൻ്റെ അളവൊക്കെ ആകുമ്പോൾ നിങ്ങൾക്കും ഏകദേശം മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അളവ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് വെക്കാം. അപ്പോൾ നമുക്കിതിനെ തിരിച്ചും മറിച്ച് ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതെൻ്റെ സ്വന്തം റെസിപ്പിയൊന്നും അല്ല, ഞാനിതിങ്ങനെ യൂട്യൂബിൽ കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നമ്മൾ കണ്ട പോലെ എല്ലാവരും ഒന്ന് കണ്ടിട്ടുണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ ചാനലിൽ കാണുന്ന പലരും ഉണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്തതാണ്, ടേസ്റ്റി ആയതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ഇതൊന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ആവശ്യമെങ്കിൽ കുറച്ച് കഴുകിയ വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം, അല്ലെങ്കിൽ ഇത് അങ്ങനെ തന്നെ അരച്ചെടുക്കാം. ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് നമുക്ക് അരച്ചെടുക്കാം. അത് ചിക്കനൊക്കെ ഒരുവിധം കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനെ കോരി മാറ്റി വെക്കാം. ഈ ഒരു പരുവത്തിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മൊരിയിച്ചെടുക്കാം. പിന്നെ നമ്മളൊരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നേരത്തെ ഓയിൽ കുറച്ച് ഒഴിച്ച കാരണമാണ്, അല്ലെങ്കിൽ കൂടുതലുണ്ടെങ്കിൽ ആ ഓയിൽ ഇതിലേക്ക് എടുത്താലും മതി. എന്നിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മുടെ ഗ്രേവി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതോടൊപ്പം തന്നെ ജിഞ്ചർ ഗാർലിക്കിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു 1 ടേബിൾ സ്പൂൺ, രണ്ടും കൂടെ 1 ടേബിൾ സ്പൂണാണ്. പിന്നെ ജീരകപ്പൊടി അതൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ റെഡ് ചില്ലി പൗഡർ അതൊരു 1.5 ടീസ്പൂൺ. ഒരു ടേസ്റ്റിന് ഓൾറെഡി പച്ചമുളകിൻ്റെ ഒക്കെ എരിവുള്ളതാണല്ലോ. പിന്നെ കൊറിയാണ്ടറും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കാം.
പിന്നെ ജീരകപ്പൊടി ഓൾറെഡി നമ്മൾ എല്ലാത്തിലും ചേർത്തിട്ടുള്ളതാണ്. ഇതിൽ ഓൾറെഡി ഗ്രേവിയിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഭാഗം സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ നമ്മൾ മസാലയിലും ഒക്കെ ചേർത്തിട്ടുള്ളതാണല്ലോ. അപ്പോൾ ജീരകത്തിൻ്റെ കുത്ത് വരണ്ട. അപ്പോൾ ഇനി ആ ഭാഗത്ത് ചേർക്കണേ ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് അതിൽ കിടന്നിട്ട് നമ്മുടെ ഗ്രേവി ഒന്ന് അതിൽ കിടന്നൊന്ന് ആയതിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുത്താൽ മതി. ഒരു 4-5 മിനിറ്റ് ആ എണ്ണയിലൊന്ന് കിടന്നിട്ട് ആകുമ്പോൾ നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഓൾറെഡി ഫ്രൈ ആയിട്ടുള്ള ചിക്കനാണല്ലോ, അപ്പോൾ ആ ഗ്രേവിയും ഒക്കെ അതിലൊന്ന് പിടിക്കണ വരെ നമുക്കൊരു 5-10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. പിന്നെ കസൂരി മേത്തി അത് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തതാണ്, അതിൽ ഇട്ട് കൊടുക്കാം. അതിനൊന്നും പ്രത്യേകിച്ച് അളവില്ല. പിന്നെ ഫ്രഷ് ക്രീം കുറച്ച് ഓൾറെഡി നല്ല എരിവൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഫ്രഷ് ക്രീം കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് കിട്ടും. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ലാസ്റ്റ് കസൂരി മേത്തി നമ്മുടെ മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം. ലാസ്റ്റ് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി കിട്ടും. അത് ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ എടുത്തതായിരുന്നു, പക്ഷെ അതെൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണും വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.